ഇനി തലസ്ഥാനത്തേക്കൊന്ന് പോകേണ്ടതുണ്ട്. ബി.ജെ.പി. തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിക്കുന്ന ഹൈവേ മാർച്ച് ആരംഭിച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ചിൽ പങ്കെടുക്കുന്നു. ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച്. ഇപ്പോൾ ആ മാർച്ച് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി MS വീണ ചേരുന്നുണ്ട്. MS വീണ, അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹൈവേ മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? ബിജെപി സംഘടിപ്പിച്ചിരിക്കുന്ന ഹൈവേ മാർച്ച് ഇതുവഴി കടന്നു വരികയാണ്. കഴിഞ്ഞ 16 വർഷത്തെ ഇടതു വലത് മുന്നണികളുടെ ഭരണത്തിൽ ഈ ഒരു റോഡിന്റെ കരമന കരിയിക്കാവുള്ള റോഡിന്റെ വികസനമൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ജനങ്ങളെ തുടരെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ വഞ്ചനയ്ക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഈ ഒരു മാർച്ച്, ഹൈവേ മാർച്ച് ഇതാ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ബി.ജെ.പി. തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിക്കുന്ന ഹൈവേ മാർച്ചിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പാർട്ടി പതാക കൈമാറിയതോടുകൂടിയാണ് ഇപ്പോൾ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു മാർച്ചിനൊപ്പം അണിനിരക്കുന്നത്. 16 വർഷം മാറി ഇടതു വലതു മുന്നണികൾ ഭരിച്ചുവെങ്കിലും 30 കിലോമീറ്റർ എന്ന റോഡ് യാഥാർത്ഥ്യം, റോഡ് വികസനം, അടിസ്ഥാന സൗകര്യം, അതായത് സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിനുള്ള ഒരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാന നേതാക്കളടക്കം നമ്മോടൊപ്പം ഉണ്ട്. അശ്വതി, എന്തായാലും നമുക്ക് നേതാക്കളോടും പ്രതികരണം തേടേണ്ടതുണ്ട്. സംസ്ഥാന നേതാക്കളിലേക്ക് പോവുകയാണ്. സുരേഷ് ജി നമ്മോടൊപ്പം ഉണ്ട്. സുരേഷ് ജി, ഈ ഒരു നാടിന്റെ വികസനം വലിയൊരു സ്വപ്നമായിരുന്നു. ഇടതു വലത് മുന്നണികൾ ഭരിച്ചിട്ട് അത് യാഥാർത്ഥ്യമായില്ല, ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. വഞ്ചനയുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പാതയാണ് കരമന കളിയിക്കാവുള്ള ദേശീയപാത. 15 വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ തറക്കല്ലിട്ട് 15 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കേവലം 8.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഈ പാത വികസിപ്പിക്കാൻ സാധിച്ചത്. ബാലരാമപുരം മുതൽ കളിയിക്കാവള വരെയുള്ള ഇനിയും ഒരു 15 കിലോമീറ്റർ പ്രദേശം പൂർത്തിയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള പ്രാഥമിക നടപടികൾ പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ കേരളത്തിലെ ഇടതു വലത് സർക്കാരുകളുടെ പിടിപ്പുകേടും കഴിവുകേടും ഓരോ ദിവസവും ബോധ്യമാകുന്നതാണ് കരമന കളിയിക്കാവുള്ള ദേശീയപാതയുടെ ഈ ഗതികെട്ട അവസ്ഥ. ഇതേ സമയത്ത് തന്നെ കഴക്കൂട്ടം കാരോട് ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച് 6 വർഷത്തിനുള്ളിൽ ആ ദേശീയപാത പൂർത്തിയാക്കിയത് കേരളം കാണണം. BJPയുടെ സർക്കാരിൻ്റെ പ്രവർത്തനക്ഷമതയും ഇടതു വലത് സർക്കാരുകളുടെ പ്രവർത്തന വൈകല്യവും ഈ കേരളം കാണാവുന്ന 2 മാതൃകകളാണ്. കരമന കളിയിക്കാവുള്ള ദേശീയപാത 25 വർഷമായി ഇഴഞ്ഞു നീങ്ങുന്നതും 5 വർഷം കൊണ്ട് കാരോട് കളിയിക്കാവുള്ള കഴക്കൂട്ടം കാരോട് ദേശീയപാത ഒരു ദേശീയപാതയായി രൂപാന്തരപ്പെട്ടതും ഈ കേരളം കാണണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. തലസ്ഥാന നഗരത്തിൽ പല വികസനങ്ങൾ നടത്തിയെന്നടക്കം പിണറായി സർക്കാർ വീമ്പ് പറച്ചിൽ പറയുന്നു. ആ കപട മുഖങ്ങളല്ലേ ഇപ്പോൾ വ്യക്തമാക്കുന്നതും. ഈ പ്രതിഷേധത്തിലടക്കം നിരവധി പ്രവർത്തകരും വഴിവക്കിലടക്കം നിരവധി ആളുകളും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇത് BJPയോടുള്ള ജനങ്ങളുടെ വിശ്വാസമല്ലേ? ഇത് BJPക്ക് മാത്രമേ മാറാത്തത് മാറ്റാൻ സാധിക്കൂ എന്നുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുദ്രാവാക്യം ഇത് കേരളത്തിന് ബോധ്യമായിരിക്കുകയാണ്. ഇവിടെ 3ാമത് വന്ദേ ഭാരത് ട്രെയിൻ BJP വാഗ്ദാനം ചെയ്തതാണ്. ആ ട്രെയിൻ ഉൾപ്പെടെ ഇവിടെ സമയബന്ധിതമായി പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ട്രെയിൻ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള വികസിത കേരളം പറയുന്ന BJPക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ ദേശീയപാത, റെയിൽവേ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വികസനം, ഇതൊക്കെ സാധ്യമാക്കി അനന്തപുരിയെ ഒരു വികസിത അനന്തപുരിയാക്കി വികസിത കേരളത്തിന് സംഭാവന ചെയ്യാൻ BJPക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസം ഇന്ന് ജാതിയും രാഷ്ട്രീയത്തിനും അതീതമായി മുഴുവൻ ജനതയ്ക്കും ലഭിച്ചിരിക്കുകയാണ്. ആ ആത്മവിശ്വാസമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലും ശ്രീ മുക്കം പാലമൂട് ബിജുവിന്റെ നേതൃത്വത്തിലും നടക്കുന്ന ഈ യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതും. ജനങ്ങളുടെ ആവേശവും ആത്മവിശ്വാസവും BJPക്ക് മാറാത്തത് മാറ്റാൻ സാധിക്കും, BJPക്ക് വികസനം സാധ്യമാക്കാൻ സാധിക്കും എന്ന വലിയൊരു പ്രഖ്യാപനമാണ് നടക്കുന്നത്. തീർച്ചയായും അശ്വതി, ഇത്തരത്തിലുള്ള വലിയൊരു പ്രഖ്യാപനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരം നേമത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സന്ദേശയാത്ര നടത്തിയിരുന്നു. ആ യാത്രയും വലിയ വിജയമായിരുന്നു. നമുക്ക് രാജീവ് ചന്ദ്രശേഖർജിയോട് സംസ്ഥാന അധ്യക്ഷനോട് കൂടി പ്രതികരണം തേടേണ്ടതുണ്ട്. വലിയൊരു ജനപിന്തുണയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വികസനം നടപ്പാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാർ ഇപ്പോൾ ഈ ജാഥയ്ക്കൊപ്പം പിന്തുണയ്ക്കുന്ന ഒരുപാട് ജനങ്ങൾ ചേരുകയാണ്. BJPയോടുള്ള വിശ്വാസമല്ലേ ഇത്? BJPന്റെ വിശ്വാസമാണ്. അതിൻ്റെ ഒപ്പം 10-20 കൊല്ലമായിട്ട് ഇവിടെ മാറി ഭരിച്ച കോൺഗ്രസും
ലെഫ്റ്റും ജനങ്ങളെ വഞ്ചിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. BJP ചെയ്യുന്ന കാര്യങ്ങളും BJPൻ്റെ വികസനം ഇവിടെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ പറയുന്നത് മാറാത്തത് ഇനി മാറണം, മാറ്റം വേണം, ഒരു വികസിത കേരളം സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് BJP എനിക്ക് ഈ കിട്ടുന്ന പിന്തുണ, ഈ ഒരു അനുഗ്രഹം ജനങ്ങൾ തരുന്നത്. അവർക്ക് ആവശ്യമാണ് ഈ വികസനം. തീർച്ചയായും അത് തന്നെയാണ്, ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടി പറഞ്ഞിരിക്കുന്നത്. ജാഥ ക്യാപ്റ്റനോട് കൂടി നമുക്ക് ജാഥ ക്യാപ്റ്റന്റെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. അശ്വതി, എന്തായാലും നമുക്ക് ജാഥ ക്യാപ്റ്റന്റെ വാക്കുകളിലേക്ക് പോകാം. ജനങ്ങൾ വലിയ രീതിയിൽ ഈ ഒരു മാർച്ചിനെ കാണുന്നു, ഒപ്പം തന്നെ നിരവധി പേർ അണിനിരക്കുന്നു. 16 വർഷം കൊണ്ട് നടപ്പാക്കാത്ത പല പദ്ധതികൾ BJPയിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നടക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതല്ലേ ഇപ്പോൾ ജനങ്ങളിൽ കാണാൻ കഴിയുന്നതും കാത്തു നിൽക്കുന്ന ജനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഈ മാർച്ചിനുണ്ട്. കാരണം യാത്ര ചെയ്യുന്ന ഈ ഹൈവേ വഴി യാത്ര ചെയ്യുന്ന മുഴുവൻ ജനങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. രാവിലെ സ്കൂൾ സമയം, ഓഫീസ് സമയം, വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയം, ഓഫീസ് കഴിയുന്ന സമയം, ഈ സമയത്ത് 4 മണിക്കൂർ വീതം നെയ്യാറ്റിൻകരയിലും ബാലരാമപുരത്തും ട്രാഫിക് തടസ്സമായി ജനങ്ങൾ കിടക്കുകയാണ്. ഇത് ജനങ്ങളുടെ വലിയ പിന്തുണയാണ്. 2 സർക്കാരുകൾ മാറി മാറി, 2 മുന്നണികൾ മാറി മാറി, 4 സർക്കാരുകൾ വന്നിട്ടും ഈ 30 കിലോമീറ്റർ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല. ആകെ 10 കിലോമീറ്ററാണ് ഈ 15 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത്. ചില മത തീവ്രവാദ സംഘടനകൾ അവരുടെ പിടിമുറുക്കമാണ് ഈ ഹൈവേക്ക് തടസ്സം. അത് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാക്കണം. സർക്കാർ വികസനത്തിന് വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അശ്വതി, ജനങ്ങൾ വലിയ തരത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മാർച്ചിന് കടന്നു പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ കാത്തു നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേർ ഈ ജാഥയെ അനുഗമിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വലിയ തരത്തിൽ മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ഒരു ജനത, അനന്തപുരി ഇനി വികസനത്തിനല്ലേ സാക്ഷ്യം വഹിക്കുക? 100% വികസനത്തിൽ ഇത്രയും കാലം ഭരിച്ച ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല. BJPക്ക് അവസരം കിട്ടിയാൽ ഈ അനന്തപുരിയെ നല്ല വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ വികസനം നടത്തിയെടുക്കും BJP. തീർച്ചയായും അശ്വതി, ഇത്തരത്തിൽ നടത്തുന്ന യാത്രകൾ വലിയ തരത്തിലുള്ള പ്രതീക്ഷയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നഗരവീഥികളാണ് കരമന കളിയിക്കാവിള. വീണ, അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിക്കുന്ന ഹൈവേ മാർച്ച് പുരോഗമിക്കുകയാണ്. വീണ, ഈ ഹൈവേ മാർച്ചിലൂടെ BJP എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഹൈവേ മാർച്ച് ബാലരാമപുരം മുതൽ നെയ്യാറ്റിൻകര വരെ. അശ്വതി, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിന്റെ വികസനം, അതായത് ഹൈവേ വികസനം എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം 2010 ഇടതു സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ അന്തരിച്ച VS അച്യുതാനന്ദൻ ഭരിച്ചിരുന്ന കാലത്താണ് ഈ ഒരു 30 മീറ്റർ റോഡ് ഹൈവേ ആക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയും തറക്കല്ലിടുകയും ചെയ്തത്. അതിനുശേഷം 16 വർഷം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികൾ ജനങ്ങളെ വഞ്ചിക്കുക മാത്രമാണ് ചെയ്തത്. ആ പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായില്ല. പിണറായി സർക്കാരടക്കം പല പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അത് യാഥാർത്ഥ്യമാകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തരത്തിൽ ജനങ്ങളെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് എത്തിക്കുമെന്ന് ഇടതുപക്ഷ സർക്കാർ പല തവണ വീമ്പ് പറച്ചിൽ നടത്തുമ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ അടുക്കുമ്പോൾ മാത്രം, നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം ആ പ്രഖ്യാപനങ്ങൾ നടത്തുകയും വോട്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ആ ജനങ്ങൾ തിരിച്ചറിയുന്നതിന്റെ ജനവിരോധ വികാരങ്ങൾ തന്നെയാണ്, ജനങ്ങളുടെ സർക്കാർ വിരുദ്ധ വികാരങ്ങൾ തന്നെയാണ് ഈ ജാഥ കടന്നു പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, അണികളുടെ പങ്കാളിത്തം, പൊതുജനങ്ങളുടെ പങ്കാളിത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് വികസിത അനന്തപുരി ഇനി മാറാത്തത് മാറാം എന്നുള്ള സന്ദേശവുമായി BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജാഥ നടന്നിരുന്നു. ആ ജാഥയിൽ വലിയൊരു സന്ദേശ പദയാത്രയിൽ വലിയ തരത്തിലുള്ള പങ്കാളിത്തമാണ് കണ്ടത്. ഇന്നിപ്പോൾ ഹൈവേ വിഷയമാണ്. അതായത് തലസ്ഥാനത്തെ പലതരത്തിലുള്ള വികസന പദ്ധതികളിൽ സർക്കാർ വഴിമുടക്കി നിൽക്കുന്ന സാഹചര്യമുണ്ട്. മോദി സർക്കാർ അടക്കം നടപ്പാക്കിയ ഹൈവേ വികസന പദ്ധതികൾ തിരുവനന്തപുരം ജില്ലയിലെ പലയിടങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആ 11 വർഷത്തെ മോദി സർക്കാരിൻ്റെ ഭരണം, ആ വികസനം കേരളത്തിൽ വരെ ഉണ്ടായി. അത്തരത്തിലുള്ള വിശ്വാസവും ജനങ്ങൾക്കുണ്ട്. എന്നാൽ പിണറായി സർക്കാരും ഇടതു വലത് മുന്നണികളുമൊക്കെ 16 വർഷം കേരളം ഭരിച്ചിട്ടും
ഭരണസിരാകേന്ദ്രം അടക്കമുള്ള തിരുവനന്തപുരത്തടക്കം വികസന മുരടിപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഹൈവേ ജാഥയുമായി BJP ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ഹൈവേ ജാഥ ആരംഭിച്ചത്. ഇപ്പോൾ ജാഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, വീണ, ഒരവസരം നൽകിയാൽ തലസ്ഥാനത്തെ എന്തൊക്കെ വികസനം കൊണ്ടുവരുമെന്നാണ് BJP പറയുന്നത്? ജനങ്ങളോട് എങ്ങനെയാണ് അവർ സംവദിക്കുന്നത്? മാത്രമല്ല ഒപ്പം തന്നെ അത് നടപ്പാക്കുമെന്നുള്ളത് തീർച്ചയായും ഈ ജാഥ കടന്നു പോകുന്ന വഴികളിലൊക്കെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്, ഹസ്തദാനം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ BJP എന്താണ് അടുത്ത 5 വർഷ ഭരണം ലഭിച്ചാൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിൽ എന്ത് നൽകുമെന്ന് തിറച്ചുറപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് റോഡുകളുടെ വികസനം, ആരോഗ്യ മേഖലയുടെ വികസനം, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തലമുറയ്ക്കുള്ള വികസനം, അതൊക്കെ നടപ്പാക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ കോർപ്പറേഷനടക്കം ഭരണം, അതിലുണ്ടായ പലതരത്തിലുള്ള അഴിമതികൾ, ജനങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനൊക്കെ മാറ്റമുണ്ടാക്കുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് നൽകുന്നത്. കുടിവെള്ളമില്ലാത്ത പ്രശ്നം തലസ്ഥാനത്തെ വിവിധയിടങ്ങളിലുണ്ട്. സുഗമമായുള്ള ഒരു ഗതാഗത സംവിധാനമില്ലാത്ത വിഷയമുണ്ട്. ഒപ്പം തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങുന്ന തലസ്ഥാനം, ആ തലസ്ഥാനത്തെയാണ് BJP മാറാത്തതിനി മാറും, അനന്തപുരി വികസനത്തിനായിരിക്കുമെന്നുള്ള പ്രഖ്യാപനവുമായി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഹൈവേ ജാഥ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. BJP തിരുവനന്തപുരം സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജു നയിക്കുന്ന ഹൈവേ മാർച്ച് പുരോഗമിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ബാലരാമപുരം ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം.